ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ. സൈറയുടെ MCJ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഗാ മോക്ക് ടെസ്റ്റ് പാർട്ട് 1 എന്നായിരുന്നു അതിന്റെ പേര്. സോ അതിന് നല്ല റിവ്യൂസ് ആണ് ലഭിച്ചത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മെഗാ മോക്ക് ടെസ്റ്റ് പാർട്ട് 2 കൂടെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ OMR ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങളോട് അതിന്റെ ആൻസർ കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ടൈം ഒരു ഇഷ്യൂ ആണ്, കാരണം 100 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. സോ ആൻസർ അതേപോലെ എക്സ്പ്ലനേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സോ കുറച്ച് സ്പീഡായിട്ടായിരിക്കും നമ്മൾ പോവുക. അതേപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതേപോലെ PPT ഒക്കെ തന്നെ സൈറഡ് ഒഫീഷ്യൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്. പേപ്പർ 2 സബ്ജക്ട് പേപ്പർ ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഓക്കെ, സോ 50-50 പാർട്ട് 1-ൽ 50-യും പാർട്ട് 2-ൽ 50-യും ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, so this was the first question. Mass media essentially operate in dash. നമുക്കറിയാം മാസ് മീഡിയ എന്താണെന്ന്. ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ആ ഒരു മീഡിയത്തെയാണ് മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. സോ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമായിരിക്കുമോ, ഒരു പാരലൽ ആയിട്ടുള്ള സ്പിയറിലായിരിക്കുമോ, പബ്ലിക് സ്പിയറിലായിരിക്കുമോ, ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ സ്പിയറിലായിരിക്കുമോ മാസ് മീഡിയ എസെൻഷ്യലി ഓപ്പറേറ്റ് ചെയ്യാം? എവിടെയായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പബ്ലിക് സ്പിയർ. ഓക്കെ, മാസ് മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിനെയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ന്യൂസ് പേപ്പർ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ന്യൂ മീഡിയ ആണെങ്കിലും ഒക്കെ തന്നെ അത് ആക്സസ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, TV കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് മോർ ദാൻ തൗസൻഡ്സ് 10,000s ഓഫ് പീപ്പിൾസ് ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് സ്പിയർ അതേപോലെ തന്നെ ഒരു റിസ്ട്രിക്ഷൻ ആയിട്ടുള്ള ട്രഡീഷണൽ സ്പിയറിലല്ലാതെ ഒരു പബ്ലിക് സ്പിയർ, ഒരുപാട് ആൾക്കാർക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന പബ്ലിക് ആയിട്ടുള്ള അത്രയ്ക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പിയറിലാണ് മാസ് മീഡിയ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം കോഡ്സ് ആയിരിക്കും ഉണ്ടാവുക, പിന്നീട് അത് സൈൻ ആയിട്ട് മാറും, പിന്നീട് അത് അസംബിൾ ചെയ്തിട്ട് എന്തായിട്ടാണ് മാറുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ്, പാരഡൈംസ്, കോണ്ടെക്സ്റ്റ് ആൻഡ് സിംബൽ. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ടെക്സ്റ്റ്. ഓക്കെ, സോ അതായത് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാംഗ്വേജ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ലാംഗ്വേജ്. സോ ആദ്യം എന്തായിരിക്കും? അത് കോഡ് ആയിരിക്കും, പിന്നീട് അത് സൈൻ ആയിട്ട് മാറും, പിന്നീട് ടെക്സ്റ്റ് ആയിട്ട് മാറും, എന്നിട്ട് ടെക്സ്റ്റ് ത്രൂ ലാംഗ്വേജിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ലാംഗ്വേജിൽ ടെക്സ്റ്റിന്റെ രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അതേപോലെ കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടെക്സ്റ്റ് ആണ് റൈറ്റ് ആൻസർ. നമുക്കൊരു സ്പീച്ച് ആണെങ്കിലും അതേപോലെ വൊക്കാബുലറി, ഗ്രാമർ, സെമാന്റിക്സ് ഒക്കെ തന്നെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് രൂപത്തിൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ അഡ്രസബിലിറ്റി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾട്ടേർഡ് ബൈ ഡാഷ്. അതായത് മാസ് കമ്മ്യൂണിക്കേഷന്റെ അഡ്രസബിലിറ്റി എന്ന് പറയും, അതായത് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നാണ് ചോദ്യം. ഡിജിറ്റൽ മീഡിയ, ഫോക്ക് മീഡിയ, ദ പേഴ്സണാലിറ്റി ഓറിയന്റഡ് മീഡിയ, ദ നോൺ റിയൽ ടൈം മീഡിയ. ഏതായിരിക്കും? ഫോക്ക് മീഡിയ ഒക്കെ തന്നെ എന്താണ്, ഒരു ട്രഡീഷണൽ മീഡിയ ആണ്. സോ മാസ് കമ്മ്യൂണിക്കേഷനെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്താണ്? ഡിജിറ്റൽ മീഡിയ ആണ്. ഡിജിറ്റൽ മീഡിയ നമ്മൾ ന്യൂ മീഡിയ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ എന്നൊക്കെ തന്നെ പറയാറുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ കടന്നു വരവോട് കൂടിയിട്ട് 1990s ടിം ബേണേഴ്സ്-ലില്ലി WWW കണ്ടുപിടിച്ചു. ഓക്കെ, സോ അതിനുശേഷം എന്താണ്, ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ആൾക്കാരിൽ എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി. ഓക്കെ, സോ അതിനെയാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. സോ താഴെ കൊടുത്തിട്ട് ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്, റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണ്? ഡിജിറ്റൽ മീഡിയ ആണ്. ഓക്കെ, സോ ഒരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലായിരിക്കും എപ്പോഴും ഡിജിറ്റൽ മീഡിയ ഉണ്ടാവുക. ഓക്കെ, സോ സോഷ്യൽ മീഡിയയും അതേപോലെ മറ്റ് ഡാറ്റാബേസും ഡിജിറ്റൽ ഓഡിയോ, MP3യും ഇ-ബുക്കും ഒക്കെ തന്നെ എന്താണ്? ഡിജിറ്റൽ മീഡിയയുടെ എക്സാമ്പിൾസ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും? ഒരു തോട്ട്, ഒരു ഐഡിയ ഉണ്ടാവും. ആ തോട്ടിനെ ഐഡിയ ആക്കി മാറ്റിയിട്ട് അതിനെ മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെർബൽ ആൻഡ് നോൺ വെർബൽ സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നതാണ്? ചാനലൈസേഷൻ, മീഡിയേഷൻ, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. മെസ്സേജ്, ചാനൽ, റിസീവർ, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. സോ ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ്
ഓക്കെ, മെസ്സേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഐഡിയ, തോട്ട് എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ആ ഒരു മെസ്സേജിനെ എന്താണ് കൺവേർട്ട് ചെയ്തിട്ട് മറ്റാൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എൻകോഡിംഗ് എന്നാണ്. ഓക്കെ, സോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ഐഡിയ ആയിക്കോട്ടെ, തോട്ട് ആയിക്കോട്ടെ, അത് വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാറ്റിയിട്ട് എന്താണ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി, ഓക്കെ, ആൾക്കാർക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തതിനെ എൻകോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ യൂട്ടിലൈസേഷൻ ഓഫ് എ പേഴ്സണൽ സ്പേസ് ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് ഡാഷ്. സ്പേസ്, ഓക്കെ, സ്റ്റഡി ഓഫ് സ്പേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോണമിക്സ്, പ്രോക്സ്, കൈനസിക്സ്, പാരാലാംഗ്വേജ്. ഏതാണ് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി പ്രോക്സിമിക്സ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതിലെന്താണ് ത്രീ ടൈപ്സ് ഓഫ് സ്പേസസ് ഉണ്ട്. ഇന്റിമേറ്റ് സ്പേസ്, സോഷ്യൽ സ്പേസ്, അതേപോലെ തന്നെ കുറച്ചുകൂടെ അടുത്തുള്ള റിലേറ്റഡ് സ്പേസ് ഉണ്ട്. ഓക്കെ, സോ അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അവർ ഇന്റിമേറ്റ് സ്പേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 അടി മുതൽ 5 അടി വരെ ആയിരിക്കും, അത്രയ്ക്ക് തൊട്ടടുത്ത് നിന്നിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊന്ന് എന്താണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് സംസാരിക്കാം. പബ്ലിക് സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കമ്മ്യൂണിക്കേറ്റ്. അവരെന്താണ് ആരും തന്നെ പബ്ലിക് സ്പേസിലുള്ള ആരും തന്നെ എന്താണ് ഒറ്റ സ്ട്രേഞ്ചർ എന്താണ് തൊട്ടടുത്ത് തൊട്ടുരുമി എന്നിട്ട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, മറിച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ അവർ കുറച്ചുകൂടി അടുക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ പേഴ്സണൽ സ്പേസ് ആവും, അല്ലെങ്കിൽ ഇന്റിമേറ്റ് സ്പേസ് ആവും. സോ പ്രോക്സിമിക്സ് ആണ് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡി. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ടച്ച് ആണ്, കൈനസിക്സ് എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ് ആണ്, വോക്കലിക്സ് എന്ന് പറഞ്ഞാൽ പാരാലാംഗ്വേജ് ആണ്, ക്രോണമിക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സ്റ്റഡി ഓഫ് ടൈം ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്, സ്റ്റഡി ഓഫ് സ്പേസ് അല്ലെങ്കിൽ പ്രോക്സിമിക്സ് ആദ്യമായിട്ട് കോയിൻ ചെയ്ത് എഡ്വാർഡ് ടി ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. സോ 1963 പുള്ളിക്കാരൻ ഈ ഒരു വേർഡ് സ്പേസ് അല്ലെങ്കിൽ പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കോയിൻ ചെയ്തത്. ആറാമത്തത് ജനറലി റെഫറൻഷ്യൽ റീഡിങ്സ് ആർ ഡാഷ്. ഓക്കെ, റെഫറൻഷ്യൽ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? നോർമൽ, റിസർച്ച്ഡ്, ഇമോഷണൽ, പ്രൊഹിബിറ്റീവ്. റെഫറൻഷ്യൽ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഇമോഷണൽ. ഓക്കെ, സോ റെഫറൻഷ്യൽ റീഡിങ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഒരു വ്യക്തിയുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെയാണ് റെഫറൻഷ്യൽ റീഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി ആയിരിക്കാം, ചില ആൾക്കാരുടെ ബയോഗ്രഫി ആയിരിക്കാം. സോ ഓരോ വ്യക്തിയും എന്താണ് ഓരോ വ്യക്തിയുടെ ലൈഫായിട്ടുള്ള സംഭവങ്ങൾ എന്താണ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ആയിട്ട് ഒരു റിയൽ ടൈം എഫക്റ്റ് നമുക്ക് ലഭിക്കും, ഓഡിയൻസിനെ അല്ലെങ്കിൽ റീഡേഴ്സിനെ ലഭിക്കും. ഓക്കെ, സോ ആ ഒരു കൈൻഡ് ഓഫ് റീഡിങ്സിനെയാണ് റെഫറൻഷ്യൽ റീഡിങ്സ് എന്ന് പറയുന്നത്. സോ അതെന്താണ് എപ്പോഴും ഇമോഷണൽ ആണ്. സോ ഇത് വായിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇമോഷണൽ ആവും, ചിലപ്പോൾ നമ്മുടെ തന്നെ സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നും. സെവൻത് ക്വസ്റ്റ്യൻ, PCI അല്ലെങ്കിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ജസ്റ്റിസ് രാജഗോപാൽ അയ്യങ്കാർ, ജസ്റ്റിസ് PB സാവന്ത്, ജസ്റ്റിസ് ജീവൻ റെഡ്ഡി, ജസ്റ്റിസ് JR മുതോൽക്കർ. ഓക്കെ, സോ ആദ്യത്തെ പ്രസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഇന്ത്യയിൽ എന്ത് വേണം, ഒരു പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വേണം, ഒരു RNI വേണം, അതേപോലെ തന്നെ വർക്ക് ജേർണലിസ്റ്റുകൾക്ക് എന്താണ് അവരുടെ ഫ്രീഡം, അവരുടെ ഈക്വാലിറ്റിക്ക് വേണ്ടി ഒരു ആക്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു PCI അല്ലെങ്കിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആരംഭിച്ചത്. ജസ്റ്റിസ് JR മുതോൽക്കർ ആണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ. ഓക്കെ, സോ പുള്ളിക്കാരൻ ഒരു സുപ്രീം കോടതിയിലെ വിരമിച്ച ഒരു ജഡ്ജി ആയിരുന്നു. സോ എപ്പോഴും എന്താണ് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ് ഒക്കെ ആയിരിക്കും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ടുണ്ടാവുക. ടോട്ടൽ 29 മെമ്പേഴ്സ് ആണ് PCIയിൽ ഉണ്ടാവുക, ഒരു ചെയർമാനും ബാക്കി 28 മെമ്പേഴ്സും, ടോട്ടൽ 29. Organizational question 8. Organizational communication is concerned with the flow of messages within a network of interdependent dash relationships, performances, obstacles, biases. ഓക്കെ, സോ എപ്പോഴും ഒരു ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും കണക്റ്റഡ് ആയിട്ടായിരിക്കും, അതായത് ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്സ് ആയിരിക്കും. ഓക്കെ, സോ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അതിന്റെ ആൾക്കാരുമായിട്ട് എന്താണ് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു സ്ഥാപനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതേപോലെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് ലഭിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, റിലേഷൻഷിപ്സ്. ഓക്കെ, ഇതിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 1947 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഹെർബർട്ട് A. സൈമന്റെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് സെയിങ് കമ്മ്യൂണിക്കേഷൻ ഇസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ടു ഓർഗനൈസേഷൻ.
സോ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഐ മീൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു കൊട്ടേഷൻ വന്നിട്ട് ഈ കൊട്ടേഷൻ ആരുടേതാണ്, ആരാണ് ഈ കോട്ട് പറഞ്ഞത്. ഓക്കെ. 9th ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് ഫ്ലാക്ക്. ഫ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലേക്ക് എന്ന് പറയും. ഇത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ജോൺ പിസ്കി, ഇ ജോഖെയിൻ, നോം ചോംസ്കി, ലിയോൺ ഫെസ്റ്റിംഗർ. നോം ചോംസ്കി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. നോം ചോംസ്കിയുടെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബിഹേവിയറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് ഫ്ലാക്ക്. ഓക്കെ. സോ പുള്ളിക്കാരൻ BF സ്കിന്നർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടായിരുന്നു. പുള്ളിക്കാരനായിരുന്നു ഈ ബിഹേവിയറിസം തിയറി ഒക്കെ വന്നത്. ഓക്കെ. സോ ആ ഒരു ബിഹേവിയറിസം തിയറി എന്താണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തിയറി കൊണ്ടുവന്നത് ഈ നോം ചോംസ്കി ആയിരുന്നു. ഓക്കെ. സോ പുള്ളിക്കാരന്റെ ഒരു എസ്സേ ഉണ്ടായിരുന്നു, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇന്റലക്ച്വൽസ്. ഓക്കെ. അമേരിക്കന്റെ വിയറ്റ്നാം യുദ്ധത്തിലെ കടന്നുകയറ്റത്തിനെ കുറിച്ചൊക്കെ തന്നെ എന്താണ് നല്ല രീതിയിൽ ഓപ്പോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നോം ചോംസ്കി. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സർദാർ KM പണിക്കർ. പുള്ളിക്കാരൻ ഏത് ന്യൂസ് പേപ്പറുമായിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ പയനിയർ, ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ട്രിബ്യൂൺ. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് റൈറ്റ് ആൻസർ. സർദാർ KM പണിക്കർ എന്ന് പറയും. പുള്ളിക്കാരൻ മലയാളിയാണ്. കാവാലം മാധവ് പണിക്കർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഹിസ്റ്റോറിയൻ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ഒക്കെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടനിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള അത്രയ്ക്ക് നോളജബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഓക്കെ. സോ 1925 അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആയിട്ട് ചുമതലയേറ്റു. ഓക്കെ. ഒരു അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷൻ. അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനെയാണ് അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ കണ്ടന്റ്സ് എപ്പോഴും എന്താണ് ലീനിയർ ആയിരിക്കും, അത് തന്നെ ഡാഷ് ആയിരിക്കും. ലീനിയർ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊന്ന് കൂടിയാണ് ഡൈനാമിക്, സ്റ്റാറ്റിക്, എക്സ്പ്ലോറേറ്ററി, സെൻസേഷണൽ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സ്റ്റാറ്റിക്. ഓക്കെ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറാതെ എന്താ പറയുക എപ്പോഴും കണ്ടന്റ് അതേപോലെ തന്നെ ഉള്ളതിനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. സോ അത്രയും പെട്ടെന്ന് എന്താണ് കണ്ടന്റ് മാറില്ല, അതെന്ത് എപ്പോഴും എന്താണ് പെർമനന്റ് ആയിട്ട് അവിടെ നിലനിൽക്കും, അതിനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയാണെങ്കിലും അതേപോലെ ഓഡിയോ പ്രിന്റ് മീഡിയ ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് ഒരു ന്യൂസ് പേപ്പറിൽ നമ്മളൊരു സാധനം ഒരു വാർത്ത കണ്ടു എന്ന് വിചാരിക്കുക. ആ വാർത്ത എന്താണ് പിറ്റേന്ന് നോക്കുമ്പോഴും എന്താണ് ആ വാർത്ത അതേപോലെ തന്നെ ഉണ്ടാവും, ആ വാർത്ത ഒരിക്കലും മാറില്ല. ഓക്കെ. സോ അതേപോലെ സിനിമയാണെങ്കിൽ എന്താണ് സിനിമയിൽ ഒരു സീൻ ഉണ്ടാവും, നാളെ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ സിനിമ എന്താണ് ആ സിനിമയിലെ സീൻ അതേപോലെ തന്നെ ഉണ്ടാവും, അതൊരിക്കലും മാറില്ല. പക്ഷേ ടെലിവിഷൻ ന്യൂസ് ആണെങ്കിലും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയ ന്യൂസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അത് സ്റ്റാറ്റിക് അല്ല, അതെന്താണ് അത് അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷൻ, അത് ന്യൂ മാസ് കമ്മ്യൂണിക്കേഷൻ. സോ അതെന്താണ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അനലോഗ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കണ്ടന്റ് എപ്പോഴും ലീനിയർ സ്ട്രെയിറ്റ് ആയിരിക്കും, അതേപോലെ സ്റ്റാറ്റിക് മാറുകയും ഉണ്ടാവില്ല. 12th ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ആസ് ടു ദി പബ്ലിക് കണ്ടക്ട് ഓഫ് പബ്ലിക് സർവൻസ് ഈസ് നോട്ട് ഡാഷ്. അതായത് ഒരു എന്താ പറയാ ഒരു പൊതുപ്രവർത്തകരുടെ ഈ പൊതു പെരുമാറ്റത്തിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്ത് ആവില്ല എന്നാണ് ചോദ്യം. ഓക്കെ. എ ബ്രീച്ച് ഓഫ് പ്രിവിലേജ്, കണ്ടക്ട് ഓഫ് പബ്ലിക് സർവൻസ്, വയലേഷൻ ഓഫ് സർവീസ് പ്രൊട്ടക്ഷൻ, ഡിഫാമേറ്ററി. സോ അതൊരിക്കലും എന്താണ് ഡിഫാമേറ്ററി ആവില്ല, അപകീർത്തിപ്പെടുത്തലാവില്ല. ഓക്കെ. സോ ഏതൊരു പൊതു വ്യക്തിയാണെങ്കിലും അത് അവരുടെ എന്താണ് പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. സോ അത് പ്രകടിപ്പിക്കുന്നതിൽ കൂടെ എന്താണ് ഒരിക്കലും അപകീർത്തിപ്പെടുത്തൽ ആവില്ല. ഡിഫാമേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ IPC സെക്ഷൻ 499 ആണ് ഡിഫാമേഷനെ കുറിച്ചിട്ട് പറയുന്നത്. 13th question, the decision of the union government to fix a minimum price for a newspaper was challenged by dash which newspaper. അതായത് യൂണിയൻ ഗവൺമെന്റ് ഒരു സമയത്ത് എന്താണ് ഒരു നിലപാട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂസ് പേപ്പറിന് എന്താണ് ഒരു മിനിമം എമൗണ്ട് വേണം, എല്ലാ ന്യൂസ് പേപ്പറിനും എന്താണ് ഒരു മിനിമം എമൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തീരുമാനത്തെ ഒരു ന്യൂസ് പേപ്പർ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറിന്റെ പേരാണ് ചോദിച്ചത്. ഹിതവാദ, ദ ട്രൈബ്യൂൺ, ഡെക്കാൻ ഹെറാൾഡ്, സക്കാർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സകൽ. ഓക്കെ. സകൽ എന്ന് പറയുന്ന ഒരു മറാത്തി ന്യൂസ് പേപ്പർ ആണ്, സകൽ മീഡിയ ഗ്രൂപ്പിന്റേതാണ്, മഹാരാഷ്ട്ര പൂനെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ. സോ ഡോക്ടർ PMT പരുൾക്കർ ആണ് സകൽ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ആരംഭിക്കുന്നത്. ഓക്കെ. സോ ഇതിനു മുമ്പ് എന്താണ് 1956 ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. സകൽ പഹേഴ്സ് ലിമിറ്റഡും അതേപോലെ യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് എന്താണ് ആ സമയത്ത് യൂണിയൻ ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ന്യൂസ് പേപ്പറിനും എന്താണ് ഒരേ രീതിയിലുള്ള പൈസ, ഒരു മിനിമം പ്രൈസ് വേണം എന്ന്. അതായത് ചില ന്യൂസ് പേപ്പറിന് കൂടുതൽ പ്രൈസ് ആണ്, ചിലതിന് കുറച്ച് പ്രൈസ് ആണ്. സോ
ഒബിയസ്ലി എന്താണ് ഈ കുറവ് പൈസ ന്യൂസ് പേപ്പറിന് എന്താണ് ചിലപ്പോൾ പൈസ കൂട്ടേണ്ടി വരും. അതെന്താണ് ആൾക്കാർ വായിക്കാനും ഒക്കെ തന്നെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യില്ല. സോ ആ ഒരു സംഭവത്തിനെ എഗെയിൻസ്റ്റ് എതിരായിട്ട് ആദ്യമായിട്ട് ചലഞ്ച് ചെയ്തത് സക്കിൽ എന്ന് പറഞ്ഞ മറാത്തി ന്യൂസ് പേപ്പർ ആയിരുന്നു. 14th question ആണ്. The organization of Ombudsman is located in the United States. Okay. So അമേരിക്കയിലാണ് ഓംബഡ്സ്മാന്റെ ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓംബഡ്സ്മാൻ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയെയാണ് ഓംബഡ്സ്മാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ പീപ്പിൾസ് റിപ്പോർട്ടർ എന്നൊക്കെ തന്നെ ഓംബഡ്സ്മാനെ വിളിക്കാറുണ്ട്. 15th question. The New York Times has created the position of dash. Ombudsman, reader editor, public editor, ന്യൂസ് കൺട്രോളർ. അതായത് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പർ ആണ് ആദ്യമായിട്ട് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തത്. ആരുടെ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് പൊസിഷൻ ആണ്? ഓംബഡ്സ്മാൻ ആണോ, റീഡർ എഡിറ്റർ ആണോ, പബ്ലിക് എഡിറ്റർ ആണോ, ന്യൂസ് കൺട്രോളർ ആണോ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പബ്ലിക് എഡിറ്റർ. ഓക്കെ. സി പബ്ലിക് എഡിറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓംബഡ്സ്മാനെ പോലെ തന്നെ എന്താണ് ഒരു ന്യൂസ് പേപ്പറും അതിന്റെ പബ്ലിക് ജനങ്ങൾ, റീഡർ, ഓഡിയൻസും തമ്മിലുള്ള ഒരു കണ്ണി, ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് പബ്ലിക് എഡിറ്ററെ പറയുന്നത്. അതായത് ചിലപ്പോൾ എന്താണ് പബ്ലിക്കിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ. സോ അതിനെന്താണ് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു സൈഡായിട്ട് നിന്നിട്ട് വാർത്തയെ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ വാർത്തയെ മാറ്റുന്നതും വാർത്തയിൽ തെറ്റുകളൊക്കെ തന്നെ തിരുത്തുന്നതും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ഈ പബ്ലിക് എഡിറ്റർ. ഓക്കെ. സോ പബ്ലിക് എഡിറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷൻ അത് ക്രിയേറ്റ് ചെയ്തത് ദ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ആണ്. 16th question. Copyright does not subsist in dash. ഓക്കെ. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഏതൊരു കണ്ടന്റ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അതിനെന്താണ് ഒരു ഓതർ ആയിരിക്കും ഉണ്ടാവുക, ഒരു ഓണർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ആ ഓണറുടെ പെർമിഷൻ ഇല്ലാതെ ആൾക്കാർ എന്താണ് ആ ഒരു സംഭവത്തെ പിന്നീട് എടുത്താൽ അതിനെന്താണ് അത് ഇഷ്യൂ ആവും. സോ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡസ് നോട്ട് സബ്സിസ്റ്റ് ഇൻ റീപ്രൊഡക്ഷൻ. ഓക്കെ. സോ ഒരു സംഭവത്തിന്റെ ഒരു ഒറിജിനൽ കണ്ടന്റിന്റെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് കോപ്പിറൈറ്റ് ആക്ടിൽ എന്താണ് പെടുന്നതാണ്. 1957 കോപ്പിറൈറ്റ് ആക്ട് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 17th question. Okay, the preparation before beginning the task of investigation in qualitative research is called dash. അതായത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. ഓക്കെ. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ആ ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് ഒരു പ്രിപ്പറേഷൻ ഓക്കെ. അതായത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗസ് അസംഷൻസ് ഒക്കെ തന്നെ മാറ്റി നിർത്തുക, എന്നിട്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് റിസർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങും. ആ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചത്. കർട്ടൻ റൈസർ, സിംപ്ലിഫിക്കേഷൻ, എപ്പോഷേ, പ്രീ റിവ്യൂ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, എപ്പോഷേ. എപ്പോഷേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് റിസർച്ചിന്റെ സമയത്ത് എന്താണ് തുടങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ബയാസ്, ജഡ്ജ്മെന്റ്സ് ഒക്കെ തന്നെ മാറ്റി നിർത്തും. ഓക്കെ. സോ ഈ ജഡ്ജ്മെന്റ്സും അതേപോലെ പ്രിജുഡൈസസും അതേപോലെ അസംഷൻസും ഗസസും ഒക്കെ തന്നെ എന്താണ് മാറ്റി നിർത്തിയാൽ മാത്രമേ ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു റിസർച്ച് നടക്കുകയുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ജഡ്ജ്മെന്റ്സും അതേപോലെ ബയാസും ഒക്കെ തന്നെ റിസർച്ചിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ റിസർച്ചിന്റെ ഔട്ട്പുട്ട് റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. സോ അതിനെയാണ് എപ്പോഷേ എന്ന് വിളിക്കുന്നത്. 18th question ആണ്. Developmental media philosophy exports domestic media content. 10th question. To a positivist researcher, reality is dash. അതായത് ഒരു പോസിറ്റിവിസ്റ്റ് റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ, ഒബ്ജക്റ്റീവ്, ഇന്റർപ്രിറ്റേറ്റീവ് ആൻഡ് കൺവെൻഷണൽ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള എവിഡൻസസ് വേണം. ഓക്കെ. റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സംഭവത്തെ നോക്കിക്കാണുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വാർത്തകൾ എഴുതുന്ന സമയത്ത് എന്താണ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഫ്രീ, അതായത് പ്രിജുഡൈസസ് വരാൻ പാടില്ല, അതേപോലെ ഫാക്ട്സ് ഓറിയന്റഡ് ആയിരിക്കണം, അതേപോലെ തന്നെ എവിഡൻസ് ഉണ്ടാവണം. സോ ഒരു പോസിറ്റീവ് റിസർച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും, ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും. 20th question. The accuracy of systematic sampling is directly related to the adequacy of dash. Sampling frame on a right answer. Options: investment, physical resources, research goals, and sampling frame. Okay. അതായത് സിസ്റ്റമാറ്റിക് സാമ്പിൾ. ഓക്കെ. സിസ്റ്റമാറ്റിക് സാമ്പിളിൽ എന്താണ് എപ്പോഴും സാമ്പിളിംഗ് ഫ്രെയിം എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കും. അതായത് ഒരുപാട് സാമ്പിൾസ് ഉണ്ടെങ്കിൽ എന്താണ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്.
21st question. The process of examining every member of a specified population is called dash. അതായത് റിസർച്ച് നടത്തുന്ന സമയത്ത് എന്താണ് റിസർച്ച് നടത്തുമ്പോൾ ഈ പോപ്പുലേഷൻ, അതായത് നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാവും, അതിലെ എല്ലാ മെമ്പറിനെയും, ഓക്കെ, ചിലപ്പോൾ 5-10 ഒരു 100 മെമ്പേഴ്സ്, ഒരു 100 പേരുടെ പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ചില റിസർച്ച് നടത്തുന്ന സമയത്ത് 5 പേരെ, 10 പേരെ, 50 പേരെ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ ഇതിലെന്താണ്, ഒരു 100 പേര് പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ 100 പേരെയും എന്താണ് ക്ലോസ്ലി എക്സാമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? പ്രോബബിലിറ്റി, പാർഷ്യാലിറ്റി, സെൻസസ്, നോൺ പ്രോബബിലിറ്റി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, സെൻസസ്. ഓക്കെ, സെൻസസ് നമുക്കറിയാം. സെൻസസ് എടുക്കുമ്പോൾ എന്താണ്, ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ഓരോ വീട്ടിലും എത്ര ആൾക്കാരുണ്ട്, അവരുടെ ജോലി, സോ അങ്ങനെ മൊത്തമായിട്ടുള്ള ഒരു പോപ്പുലേഷനിലെ എല്ലാ മെമ്പറിനെയും എന്താണ് അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്രോസ് ചെക്ക് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് സെൻസസ് എന്ന് വിളിക്കുന്നത്. ഈവൻ ഒരു വീട്ടിൽ 10 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും, ആ 10 പേരുടെ ഡീറ്റെയിൽസ് എന്താണ് സെൻസസ് എടുക്കുന്ന സമയത്ത് എടുക്കും. ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുക. ഏറ്റവും അവസാനമായിട്ട് 2021 സെൻസസ് എടുത്തത്. ഓക്കെ, സോ സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 22nd ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സോ പുള്ളിക്കാരൻ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു ഫൗണ്ടർ ആയിരുന്നു. ഏതാണ് ആ ന്യൂസ് പേപ്പർ എന്നാണ് ചോദിച്ചത്. സെർച്ച് ലൈറ്റ്, സത്യാഗ്രഹ, സെന്റിനൽ, ലീഡർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സെർച്ച് ലൈറ്റ്. ഓക്കെ, സെർച്ച് ലൈറ്റ് അതേപോലെ തന്നെ ദേശ്, ഈ രണ്ട് ന്യൂസ് പേപ്പറും പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു. മഹാത്മാഗാന്ധിയോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. 1959 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, 1947 ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തു. ഏകദേശം 15 വർഷങ്ങളോളം എന്താണ് പുള്ളിക്കാരൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. കട്ട്ലിഫ്, ബേണേഴ്സ്, ഐവി ലീഗ്, ഇവര് 3 പേരും അസോസിയേറ്റ് ചെയ്യപ്പെട്ടത് എന്തുമായിട്ടായിരുന്നു? റേഡിയോ ടി വി ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് ന്യൂ മീഡിയ, പ്രിന്റ് ജേർണലിസം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. കട്ട്ലിഫ്സ്, ബേണേഴ്സ്. ഓക്കെ, സോ പി ആറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബേണേഴ്സ് ആണ്. ഐവി ലീഗ് ഒക്കെ തന്നെ എന്താണ് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആണ്. 24th question. In terms of public awareness, news has the status of dash: dominant discourse, conflict value, unintended exchange, limited judgment. Dominant discourse ആണ് റൈറ്റ് ആൻസർ. അതായത് എന്താണ്, ഒരു പബ്ലിക് അവയർനെസിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് എന്താണ്, ഒരു ന്യൂസിന് നല്ലധികം സ്വാധീനമുണ്ട്. ഓക്കെ, സോ ഒരുപാട് ആൾക്കാരിലേക്ക് എന്താണ് ന്യൂസിനെ എത്തിക്കാൻ സാധിക്കും. പല ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ന്യൂസ് അല്ലെങ്കിൽ വാർത്തയ്ക്ക് സാധിക്കും. സോ അതുകൊണ്ട് ഡൊമിനന്റ് ഡിസ്കോഴ്സ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സി ഒരു ഡൊമിനന്റ് ഡിസ്കോഴ്സിലെ രണ്ട് പ്രധാനപ്പെട്ട തിയറിസ്റ്റുകളായിരുന്നു മൈക്കൽ ഫൂക്കോയും അതേപോലെ തന്നെ സ്റ്റുവർട്ട് ഹോളും. 25th ക്വസ്റ്റ്യൻ ഒരു ഫിലിം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലോറൻസ് ഓഫ് അറേബ്യ ഒരു എത്തിക് ഫിലിം ആയിരുന്നു. ഓക്കെ, സോ ആ ഫിലിം ജോണറിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ക്രൈം, ഡിറ്റക്റ്റീവ്, എത്തിക്, കോമഡി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഒരു എത്തിക് ഫിലിം ആണ് ലോറൻസ് ഓഫ് അറേബ്യ. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടോ ഈ ലോറൻസ് ഓഫ് അറേബ്യ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ 1962 ഒരു ഫിലിം റിലീസ് ചെയ്തത്. ഒരു ബ്രിട്ടീഷ് എത്തിക് അഡ്വഞ്ചർ ഫിലിം ആയിരുന്നു. ടി ലോറൻസിന്റെ ലൈഫ് ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഡയറക്ടർ ഡേവിഡ് ലീൻ ആയിരുന്നു. അതേപോലെ ഇതിന്റെ ഹീറോ പീറ്റർ ഒ ടൂലി ആയിരുന്നു. അതേപോലെ 10 ഓസ്കർ അവാർഡുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. സോറി, 10 ഓസ്കർ അവാർഡ് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിൽ 7 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഓസ്കാർ. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സൗണ്ട് എഡിറ്റിംഗ്, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ്, ബെസ്റ്റ് പിക്ചർ തുടങ്ങിയിട്ട് 7ഓളം ഓസ്കർ അവാർഡ് ഈ ലോറൻസ് ഓഫ് അറേബ്യ ഫിലിമിന് ലഭിച്ചിട്ടുണ്ട്. Next question. Live television and radio that need presence of audience are identified as dash. അതായത് ലൈവ് ആയിട്ട് ഓഡിയോ, അതായത് രണ്ട് വ്യക്തികൾ സംസാരിക്കാന്നിരിക്കും, രണ്ടുപേർക്കും എന്താണ് ഒരേ സമയം ഓഡിയോ കണ്ടന്റ് ലഭിക്കുന്ന രീതിയിൽ ലൈവ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അവിടെ ഓഡിയോ വരുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്മിഷൻ മീഡിയ, സിഗ്നൽ മീഡിയ, അസിൻക്രണസ് മീഡിയ, സിൻക്രണസ് മീഡിയ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സിൻക്രണസ് മീഡിയ. ഓക്കെ, സിൻക്രണസ് മീഡിയ എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, സോ അപ്പോഴെന്താണ് ഒരു വ്യക്തി സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ മറ്റേ വ്യക്തി സംസാരിക്കും, അവിടെ എന്താണ് ഒരു ലാഗ് ഒന്നും വരുന്നില്ല. അതിനെയാണ് സിൻക്രണസ് മീഡിയ എന്ന് വിളിക്കുന്നത്. സോ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് സിൻക്രണസ് മീഡിയയുടെ റൈറ്റ് ആൻസർ ആണ്. അതായത് ടെലിഫോണിൽ എന്താണ് നമ്മൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ സംസാരിച്ച് അപ്പൊ തന്നെ എന്താണ് മറ്റേ വ്യക്തി അതിന് മറുപടി തരും. അതേപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ എല്ലാ മെസ്സേജും അല്ല, ഈവൻ കപ്പിൾസും അല്ലെങ്കിൽ
ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഒരു ബ്ലൂടിക്ക് വന്നുകൊടുത്താൽ തന്നെ എന്താണ് അതിന് മെസ്സേജ് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. 27 ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് varies according to the frequency of signal. Frequency of carrier wave varies according to the amplitude of the signal. Frequency of signal varies according to the amplitude of carrier wave. Frequency of signal varies according to the frequency of carrier wave. Okay, option B ആണ് right answer. Frequency of carrier wave varies according to the amplitude of the signal. 28th question, a psychographic characteristic of film audience is dash. അതായത് ഫിലിം ഒരുപാട് നമ്മളെല്ലാവരും എന്താണ് സിനിമ കാണുന്ന ഓഡിയൻസ് ആണ്, ഫിലിം ഓഡിയൻസ് ആണ്. ഓക്കെ, സോ താഴെ കൊടുത്തിട്ട് ഏതാണ് ഒരു സൈക്കോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്, ഫിലിം ഓഡിയൻസ് സൈക്കോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? ഇൻകം, ഏജ്, ജെൻഡർ, നീഡ് ഫോർ സ്റ്റാറ്റസ്. സൈക്കോഗ്രാഫി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, നീഡ് ഫോർ സ്റ്റാറ്റസ്. ഓക്കെ, അതായത് എന്താ പറയാ, ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹം, അതായത് എന്താണ് നമ്മൾ സിനിമ കാണിക്കുക, അതിന്റെ ഫോട്ടോ എടുത്തും കണ്ട് സ്റ്റോറി ഇടും, അതേപോലെ തന്നെ അപ്പൊ മറ്റേ ആൾക്കാർ ചോദിക്കും സിനിമ എങ്ങനെയുണ്ട്. സോ അതിനെന്താ പറയാ, ഒരു സ്റ്റാറ്റസ്, ആൾക്കാരെ കാണാൻ ഒരു റെക്കഗ്നേഷൻ, റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പല ആൾക്കാർ. അത് സൈക്കോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക് ആണ്, ആൾക്കാരുടെ സൈക്കോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക് ആണ്, നീഡ് ഫോർ സ്റ്റാറ്റസ്. 29 question, the term spin doctors is used in a negative sense to refer to dash. ആരെയാണ് സ്പിൻ ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്? ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ലീഗൽ കൗൺസിൽസ്, അഡ്വർടൈസേഴ്സ്, PR പ്രൊഫഷണൽസ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പ്രൊഫഷണൽസിനെയാണ് സ്പിൻ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പൈൻ ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഈവന്റ് നടക്കുന്നതായിരിക്കാം. ഓക്കെ, ആ ഈവന്റിനെ കുറിച്ച് എന്താണ് ബയാസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു മറുപടി പറയാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളോട് പറയുന്നതിനെയാണ് സ്പൈൻ ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ഈവന്റ്, നമ്മളെന്താണ് ഒരു ഈവന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്താണ് ഫ്രണ്ട് വിളിച്ചു പറയാണ്, തൊട്ടടുത്ത് പറയാണ് എന്താണ് ആ ഈവന്റ് വലിയ രസമൊന്നുമില്ല, കാണാൻ കൊള്ളാമെന്നില്ല, കണ്ടന്റ് മോശമാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്താണ് ഈവന്റ് നല്ലതാണ്. സോ അങ്ങനെ എന്താണ് ഒരു നല്ലൊരു ഈവന്റ്, ഓക്കെ, നല്ലൊരു ഈവന്റ് വരുന്ന സമയത്ത് എന്താണ് അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഒരു മോശം ബയാസ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ എന്താണ് പബ്ലിക്കിനെ നെഗറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ആ ഒരു സംഭവത്തെയാണ് സ്പൈൻ ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ PR പ്രൊഫഷണൽസ് ആണ് പലപ്പോഴും ആ ഒരു സംഭവം ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ന്യൂസ് പേപ്പേഴ്സ്, ഓക്കെ, ന്യൂസ് പേപ്പേഴ്സിനെ വിളിക്കുന്ന പേര് ബ്രോഡ് ഷീറ്റ് എന്നാണ്. ഓക്കെ, സോ ഇത്രയും വലിയൊരു സൈസാണ് ബ്രോഡ് ഷീറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ന്യൂസ് പേപ്പേഴ്സിന്റെ പകുതി സൈസുള്ള ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ചോദിച്ചത്. ഇഫ് എ പബ്ലിക്കേഷൻ ഈസ് ഹാഫ് ദ സൈസ് ഓഫ് എ ബ്രോഡ് ഷീറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ടാബ്ലോയിഡ്, ഡൈജസ്റ്റ്, സിംഗിൾ ഡമ്മി ആൻഡ് ഡബിൾ ഡമ്മി. ടാബ്ലോയിഡ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ടാബ്ലോയിഡിന് എപ്പോഴും എന്താണ് ന്യൂസ് പേപ്പറിന്റെ പകുതി സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്താണ് കുറച്ചുകൂടെ യെല്ലോ ജേൺസും റിലേറ്റഡ് സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾ, ഒരു ഗോസിപ്പ്, സെലിബ്രിറ്റി, ക്രൈം, പൊളിറ്റീഷ്യൻ, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളായിരിക്കും കൂടുതൽ ടാബ്ലോയിഡ് ന്യൂസ് പേപ്പേഴ്സിൽ ഉണ്ടാവുക. ഇനി അങ്ങോട്ട് വരുന്നത് അസോസിയേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് 31st ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 32nd question, option D is the right answer. 33rd question, option C is the right answer. 34th question, option C is the right answer. 35th question, option D. 36th question. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണുള്ളത്. ഓക്കെ, അതായത് അഡ്വർടൈസിംഗ്, PR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് കൊടുത്തത്, അതിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. പ്രൊഡക്റ്റ് നോളജ്, പ്രോസ്പെക്ടിങ്, അപ്രോച്ച് ഡെസിഷൻ, എസ്റ്റാബ്ലിഷിംഗ് നീഡ്സ്. ഇതാണ് ഓർഡർ. സോ ഇതിൽ ആദ്യം ഏതാണ് വരിക, അങ്ങനെയാണ് ചോദിച്ചത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രൊഡക്റ്റ് നോളജ്, പ്രോസ്പെക്ടിങ്, അപ്രോച്ച് ഡെസിഷൻ, എസ്റ്റാബ്ലിഷിംഗ്. അതെന്താണ് എപ്പോഴും നമ്മളൊരു എന്താണ് ഒരു മാർക്കറ്റിംഗ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് എപ്പോഴും പ്രൊഡക്റ്റിന്റെ നോളജ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ നോളജ് ആണ് എപ്പോഴും ആൾക്കാർക്ക് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അതിനെ കുറിച്ച് അനലൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ തീരുമാനം മാറും, എന്താണ് എന്നിട്ട് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യും. ആ ഒരു ഓർഡർ ആണ് ഉണ്ടാവുക. 37 ക്വസ്റ്റിനും എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. സെലക്ഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, റിട്ടൻഷൻ.
ഏതായിരിക്കും ആദ്യം വരിക, ഏതായിരിക്കും അവസാനം വരിക? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പെർസെപ്ഷൻ, അറ്റൻഷൻ, സെലക്ഷൻ, റിട്ടൻഷൻ. 38th ക്വസ്റ്റ്യൻ. താഴെ കുറച്ച് ആക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രസ് റിലേറ്റഡ്, മീഡിയ റിലേറ്റഡ് ആക്ട്സ് ആണ്. അതിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. ആദ്യം ഏത് വർഷം, ഏത് ആണ് ആ രീതിയിൽ? ദ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട്, ദ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട്, ദ ഇന്ത്യൻ പീനൽ കോഡ്, ദ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് വരുന്നത് ദ ഇന്ത്യൻ പീനൽ കോഡ് ആണ്. സെക്കൻഡ് ദ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട്. തേർഡ് ദ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട്. ആൻഡ് ദ ഫോർത്ത് ദ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട്. സോ ഫസ്റ്റ് വൺ, IPC 1860-ലാണ് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പാസ്സാക്കിയത്. തോമസ് മെക്കാളെ ആണ് IPCയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സെക്കൻഡ് വൺ, 1867-ലാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് പാസ്സാക്കിയത്. 1883-ലാണ് ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് പാസ്സാക്കിയത്. 1898-ലാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് പാസ്സാക്കിയത്. 39th ക്വസ്റ്റ്യനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ്, സീക്വൻസ് ആണ് ചോദിച്ചത്. ആദ്യം ഏത് ന്യൂസ് പേപ്പർ ആയിരുന്നു ആരംഭിച്ചത്, പിന്നീട് ഏതായിരുന്നു ആ രീതി? ബോംബെ ഹെറാൾഡ്, മദ്രാസ് കൊറിയർ, മദ്രാസ് ഗസറ്റ്, ഏഷ്യാറ്റിക് ന്യൂസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മദ്രാസ് കൊറിയർ ആണ് ഇതിൽ ഏറ്റവും ആദ്യം ആരംഭിച്ച ന്യൂസ് പേപ്പർ. 1785 ഒക്ടോബർ 12, 1785 ഒക്ടോബർ 12-നാണ് മദ്രാസ് കൊറിയർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ആരംഭിച്ചത്. റിച്ചാർഡ് ജോൺസൺ ആയിരുന്നു ആ പത്രത്തിന്റെ ഫൗണ്ടർ. രണ്ടാമത്തെ ന്യൂസ് പേപ്പർ ബോംബെ ഹെറാൾഡ് ആണ്. 1718, 1789-ലാണ് ബോംബെ ഹെറാൾഡ് എന്ന ന്യൂസ് പേപ്പർ ആരംഭിച്ചത്. പിന്നീട് 1789 അതിന്റെ പേര് ബോംബെ ഗസറ്റ് എന്നുള്ള പേരിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. 40th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒരു സെയിൽസ് സ്റ്റെപ്പിൽ എന്താണ് ഒരു PR പേഴ്സൺ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. ക്രിയേഷൻ ഓഫ് കോൺഫിഡൻസ്, ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, സെല്ലിംഗ് എ പ്രോഡക്റ്റ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ക്രിയേഷൻ ഓഫ് കോൺഫിഡൻസ്, സെല്ലിംഗ് ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ എപ്പോഴും എന്താണ് ഒരു PR, ഒരു സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു PR പേഴ്സൺ ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ്? ആൾക്കാരെ എന്താണ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അവരുടെ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, പിന്നീട് അവരുടെ എന്താണ് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം, അവസാനം എന്താണ് പ്രൊഡക്റ്റ് സെൽ ചെയ്യണം. 41st ക്വസ്റ്റ്യൻ. സോഷ്യലി ആൻഡ് കൾച്ചറലി ലെസ് പവർഫുൾ പീപ്പിൾ ആർ ഡാഷ് ബൈ മാസ് മീഡിയ. അതെന്താണ്? പല സമയത്തും മാസ് മീഡിയ എപ്പോഴും എന്താണ് ഈ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ ചില സമയത്ത് എന്താണ് ഈ സോഷ്യലി അതേപോലെ കൾച്ചറലി ലെസ് പവർഫുൾ ആയിട്ടുള്ള ലോവർ ക്ലാസ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആൾക്കാരെ എന്താണ് മാസ് മീഡിയ പലപ്പോഴും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സ്റ്റീരിയോ ടൈപ്പ്. ഓക്കെ, സോ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെയോ ചില വിഭാഗത്തെയോ അല്ലെങ്കിൽ ചില സെപ്പറേറ്റ് ആൾക്കാരെയോ ഒക്കെ തന്നെ എന്താണ് മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതി. അവരെന്താണ് അവർക്കൊരു പവർ ഇല്ല, അവരെപ്പോഴും എന്താണ് മാർജിനലൈസ്ഡ് ആണ്, ലോവർ സെക്ഷൻസ് ആണെന്ന രീതിയിൽ അവരെ എന്താണ് മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പല മാസ് മീഡിയ, ഈവൻ ന്യൂസ് പേപ്പർ ആണെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് ചില വ്യക്തികളെയോ ചില വിഭാഗത്തെയോ ഒക്കെ തന്നെ എന്താണ് സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. 42nd question. The possible harmful effects of mediated communication always lead to dash. ഒരു മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനിലെ എന്താണ് ഒരു അതിന്റെ എപ്പോഴും എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കില്ല, മറിച്ച് എന്താണ് ഒരു ഹാർംഫുൾ റിസൾട്ട്സ് ഉണ്ടാവും, ഇഫക്റ്റ് ഉണ്ടാവും. അത് എപ്പോഴും എന്താണ് ഇതിലേക്കാണ് പോകുക. പ്രൊഡക്ഷൻ ഗ്ലെഡ്, ആഡ് അറ്റൻഷൻ, ഇക്കണോമിക് കൺസേൺസ്, മോറൽ പാനിക്സ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മോറൽ പാനിക്. ഓക്കെ, സോ മോറൽ പാനിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോറൽ പോലീസിംഗ് എന്നൊക്കെ പറയാറുണ്ട്, സദാചാര ആക്രമണം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ നമ്മളെന്താണ് പെട്ടെന്ന് എന്താണ് ഇമീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ് അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ട് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. ചില കോൺട്രവേഴ്സീസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലായിരിക്കും. സോ അപ്പൊ വരുന്ന സമയത്ത് എന്താണ് ഒരു മോറൽ പാനിക് നമുക്ക് വരും. നമുക്ക് എന്താണ് ഒരു മോശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ആരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നുന്നതിനെയാണ് മോറൽ പാനിക്സ് എന്ന് വിളിക്കുന്നത്. 43rd question. When media is connected with reality, what type of framing becomes dash? മീഡിയ എന്താണ് എപ്പോഴും റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, റിയാലിറ്റി എന്ന് പറയുന്നത് ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കണം, അതേപോലെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. സോ അങ്ങനെ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിംഗ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ, റെഫറൻഷ്യൽ, മിത്തോളജിക്കൽ.
റെഫറൻഷ്യൽ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ റെഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ റിയൽ വേൾഡ് എന്താണ്, അതേപോലെ ശരിക്കും നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, സോ അത് അതേപോലെ കാണിക്കുന്നതിനെയാണ് റെഫറൻഷ്യൽ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും എന്താണ് ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും, സത്യസന്ധമായിട്ടായിരിക്കും അതിൽ ഉണ്ടാവുക. 44 question. The media audiences are capable of dash. Passive notion, negative acceptance, inadvertence, critical distance. Critical distance ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മളെപ്പോഴും മീഡിയ ലിറ്ററസിനെ കുറിച്ച് പറയാണ്. മീഡിയ ലിറ്ററസി എന്ന് പറഞ്ഞാൽ മീഡിയയിൽ കൂടെ വരുന്ന കണ്ടന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസത്തെയാണ് മീഡിയ ലിറ്ററസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും എന്താണ് ഒരു കണ്ടന്റ് വരുന്ന സമയത്ത് എന്താണ് മീഡിയ ഓഡിയൻസിന് മീഡിയ ലിറ്ററസി ഉണ്ടെങ്കിൽ എന്താണ് മീഡിയ ഓഡിയൻസിന് മനസ്സിലാവും ആ കണ്ടന്റ് ശരിയാണോ തെറ്റാണോ, അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ, അല്ലെങ്കിൽ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഓഡിയൻസിന് മീഡിയ ലിറ്ററസി ഓഡിയൻസിനെ മനസ്സിലാക്കാൻ പറ്റും. Semiology uses a microscopic view of text to dash them, construct, deconstruct, expand, shorten. Deconstruct ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ സീമിയോളജി അല്ലെങ്കിൽ സീമിയോട്ടിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസിനെയാണ് സീമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിംബൽ കാണുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിനെ ക്ലോസ്ലി എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് എന്ത് സൈൻ സിംബൽ ലോഗോ ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് അതിനൊക്കെ തന്നെ ഒരു മീനിങ് ഉണ്ടാവും. ഓക്കെ, 46 question. Raymond Williams identified the general process of the making production in relation to dash. Ideology, publicity, advertising, public relations. Ideology ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ റെയ്മണ്ട് വില്യംസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു വെയിൽസ് എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരു അക്കാഡമിഷ്യൻ, ഒരു നോവലിസ്റ്റ്, ക്രിട്ടിക് ഒക്കെ തന്നെയായിരുന്നു. ഓക്കെ, സോ അദ്ദേഹമാണ് ഒരു ഐഡിയോളജി മീനിങ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ റിലേഷൻ ടു ഐഡിയോളജി. When certain words are used to reinforce the encoder's intended meaning, it is described as dash. Support line, image caption, relational indicator, anchronage. Anchronage ആണ് റൈറ്റ് ആൻസർ. Anchronage എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു മീഡിയ കണ്ടന്റ് വരുന്ന സമയത്ത് the use of text to fix or stabilize the meaning of an image or other media content. ഒരു ഇമേജ് അല്ലെങ്കിൽ മറ്റു വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മീഡിയ കണ്ടന്റിന്റെ എന്താണെന്ന് ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് ആൻക്രണേജ് എന്ന് പറയുന്നത്. 48 question. A major barrier in the transmission of cognitive data in an individual is dash. Personality, expectation, language, status. കൊഗ്നിറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് മൈൻഡ് ഉള്ള ഡാറ്റയാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കൊഗ്നിറ്റീവ് ഡാറ്റ ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബാരിയർ, ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എക്സ്പെക്ടേഷൻ ആണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. 49. Signals that possesses a resemblance to their referent is considered as dash. Indexical, associational, iconic, negotiable. Option C ആണ് റൈറ്റ് ആൻസർ, iconic. അതായത് എന്താണ് എപ്പോഴും ഒരു സിമ്പിൾ വരികയാണെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മരത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മരത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരു മരം എങ്ങനെയാണ് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഒരു മരം ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ചെയറിന്റെ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോട്ടോയിൽ ഒരു ചെയർ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയായിരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ചെയർ ഉണ്ടാവും. ഓക്കെ, അതായത് എന്താണ് ഒരു സംഭവത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം അതിന്റെ ഐക്കൺ, ഓക്കെ, അതിന്റെ സൈൻ അല്ലെങ്കിൽ അതിന്റെ സൈൻ തന്നെയായിരിക്കും എന്ത് അതിന്റെ റെഫറൻസ് ആയിട്ട് ഉണ്ടാവുക. The last question, when media texts are related emotions and feelings, it becomes dash domain. Affective domain ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഇമോഷൻ, ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു മീഡിയ മെസ്സേജ് കാണണം, ഒരു ആക്സിഡന്റ് നടന്ന് കുറെ ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് തകർന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു, അങ്ങനത്തെ ഒരു വാർത്ത കാണുമ്പോൾ എന്താണ് അത് നമ്മളെ എന്താണ് അഫക്റ്റീവ് ഡൊമൈനെ സ്വാധീനിക്കും. നമ്മൾ എന്താണ് ഇമോഷണൽ ആവും, നമുക്ക് വിഷമം വരും. ഓക്കെ, അങ്ങനത്തെ വാർത്തകൾ നമുക്ക് വിഷമം വരും, ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ. ഓക്കെ, സോ അത് കാണുന്ന സമയത്ത് എന്താണ് നമ്മുടെ അഫക്റ്റീവ് ഡൊമൈനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് ഫീലിംഗ്സ് ഇമോഷൻസ് ഒക്കെ തന്നെ വരും. സോ ഇതാണ് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ. സോ നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് പോയത്. ഓക്കെ, സോ അല്ലാതെ അത്രയ്ക്ക് നമ്മൾ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സമയം എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം പോകും. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് വന്നത്. ഓക്കെ, സോ പാർട്ട് 1 ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ബാക്കി 50 ക്വസ്റ്റ്യൻ 50 to 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
Hello everyone, welcome back. See, നമ്മുടെ പാർട്ട് 1 ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അതേപോലെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ 51 to 100 വരെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. Here is your 51st question. Okay. Different theories of communications ഉണ്ട്. സോ അതിൽ ഒരു തിയറിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി. അതായത് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലെ മീഡിയയും അതേപോലെ ജനങ്ങളും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി ഓഫ് മീഡിയ പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഓൺലി ബൈ സിറ്റിസൺ വ്യൂ പോയിന്റ്സ്, കൾച്ചറൽ ഓട്ടോണമി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിക്രി. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സിറ്റിസൺ വ്യൂ പോയിന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ജനങ്ങളും അതേപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് പ്രവർത്തിക്കണം എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി പറയുന്നത്. സോ അതിലെപ്പോഴും എന്താണ്, എപ്പോഴും സിറ്റിസൺ വ്യൂ പോയിന്റ്, ജനങ്ങളാണ്, സാധാരണ ജനങ്ങൾ, പബ്ലിക് ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഒക്കെ തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, സോ സിറ്റിസൺ വ്യൂ പോയിന്റിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്, ഡെവലപ്മെന്റ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ. ഓക്കെ, ബ്രൈഡൽ മന്ത്ര, എ ന്യൂ മാഗസിൻ വാസ് ലോഞ്ച് ബൈ ഡാഷ്. ബ്രൈഡൽ മന്ത്ര എന്ന് പറയുന്ന ഒരു മാഗസിൻ ഏത് കമ്പനി, ഏത് മീഡിയ കമ്പനിയാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്. ദ ഹിന്ദു ആണ് റൈറ്റ് ആൻസർ. റീസെന്റ് ജോയിൻ ചെയ്തിട്ടുള്ള മാഗസിൻ ആണ് ഈഷ ഗുപ്ത. ഫിലിം ആക്ട്രസ് ഉള്ള ഈഷ ഗുപ്ത മുംബൈയിൽ വെച്ചിട്ടാണ് ബ്രൈഡൽ മാഗസിൻ എന്ന് പറയുന്ന ന്യൂ മാഗസിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഹിന്ദു കമ്പനിയിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോയിൻ ദ ടേം ഫാക്ട് ജേർണലിസം? ഫാക്ട് ജേർണലിസം എന്ന് പറഞ്ഞ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ടിമോത്തി ക്രൗസ്, ഫിലിപ്പ് മേയർ, അലൻ ഷാക്ലി, ജെ റോസൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ടിമോത്തി ക്രൗസ്. ഓക്കെ, സോ ഫാക്ട് ജേർണലിസം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു എർത്ത് കേക്ക്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എർത്ത് കേക്ക് നടന്നെന്ന് വിചാരിക്കാം. ആ എർത്ത് കേക്കിനെ കുറിച്ചിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ എന്താണ്, ഒരു മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ന്യൂസ് മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, സോ ബാക്കി മീഡിയ ഒക്കെ തന്നെ എന്താണ്, നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക, ബാക്കി മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും മീഡിയ വണ്ണും ഒക്കെ തന്നെ എന്താണ്, ആ എർത്ത് കേക്കിനെ കുറിച്ചുള്ള വാർത്തയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ്, നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ മറ്റൊരു വാർത്തയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ എന്താണ്, നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അതായത് ആ എർത്ത് കേക്കിനെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പോസ്റ്റ് ആവും. കാരണം ബാക്കി എല്ലാ ന്യൂസ് ചാനൽസും എന്താണ്, ആ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് ഫാക്ട് ജേർണലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, 54th question. The copyright board in India has certain powers of dash. ഇന്ത്യയിലെ കോപ്പിറൈറ്റ് ബോർഡിന് ചില പവേഴ്സ് ഉണ്ട്. ഓക്കെ, അത് എന്താണ് എന്നാണ് ചോദ്യം. ദ ലെജിസ്ലേച്ചർ, ക്രിമിനൽ പ്രൊസീജിയർ, സിവിൽ കോർട്സ്, ദ എക്സിക്യൂട്ടീവ്. സിവിൽ കോർട്സ് ആണ് റൈറ്റ് ആൻസർ. 1957 കോപ്പിറൈറ്റ് ആക്ട് പാസ്സാക്കിയത്. അതിൽ സെക്ഷൻ 12 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിൽ കോർട്സ്, അതായത് എന്താണ്, ജനങ്ങളിൽ ചില കാര്യങ്ങളിൽ എന്താണ്, ചില പ്രത്യേക പവർ ഉണ്ട് എന്നാണ് സിവിൽ കോർട്സിൽ പറയുന്നത്. The 42nd amendment to the Indian Constitution was in relation to dash. ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പറയുന്നത് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണെന്നാണ് ചോദ്യം. പാർലമെന്ററി പ്രിവിലേജസ്, റൈറ്റ് ടു പ്രൈവസി, ഡിഫാമേഷൻ, സെഡിഷൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, പാർലമെന്ററി പ്രിവിലേജസ്. അതായത് പാർലമെന്റ്, ഓക്കെ, അതിന് രണ്ട് ഹൗസസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. സോ അതിലെ മെമ്പേഴ്സിനും അതിലെ പാർലമെന്റും ഒക്കെ തന്നെ എന്താണ്, ചില സ്പെഷ്യൽ റൈറ്റ്സിന് പ്രിവിലേജസ് ഉണ്ട്, അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളെ കുറിച്ചാണ് 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പറയുന്നത്. The term development support communication was advocated by dash. Paul Strachan, A.M. Rogers, S.K. Childress, Y.V. Lakshmana Rao. ഡെവലപ്മെന്റ് സപ്പോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വാദിച്ച വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. എസ്.കെ. ഷിൽഡേഴ്സ് ആണ് റൈറ്റ് ആൻസർ. സോ ഡെവലപ്മെന്റ് സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് വേണം. ഓക്കെ, സോ ഒരു രാജ്യത്തിന് എന്താണ്, ഡെവലപ്മെന്റ് മസ്റ്റ് ആണ്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ, ജനങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ രാജ്യത്തിന് ഡെവലപ്മെന്റ്, വികസനം കൊണ്ടുവരുന്ന ആ ഒരു സംഭവത്തെയാണ് ഡെവലപ്മെന്റ് സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്തത് എസ്.കെ. ഷിൽഡേഴ്സ് ആണ്. 57. The role of epistemology is emphasized in dash of development. Okay, the communicatarian theory, the multi-step flaw, the diffusion theory, the theory of mature. Option A ആണ് റൈറ്റ് ആൻസർ, കമ്മ്യൂണിക്കേറ്റേറിയൻ തിയറി. ഓക്കെ, സി എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ് എപ്പിസ്റ്റോളജി. ഓക്കെ, ഒരു ഗ്രീക്ക് വേർഡ് ആണ്
Episte means knowledge, logos means speech or word. Okay. So epistemology എന്ന് പറയുമ്പോൾ knowledge എന്നാണ് അർത്ഥം. ഓക്കെ. സോ ആദ്യമായിട്ട് ഈ ഒരു വേർഡ് യൂസ് ചെയ്തത് സ്കോട്ടിഷ് ഫിലോസഫർ ആയിട്ടുള്ള ജെയിംസ് ഫ്രെഡറിക് ഫെറിയർ ആണ്. ഓക്കെ. സോ മൊത്തത്തിൽ എന്താണ് ആ ഒരു എപ്പിസ്റ്റമോളജി എന്ന് പറയാം, തിയറി ഓഫ് നോളജ് എന്നാണ് അതിന്റെ അർത്ഥം. Next question. The ethical classification of categorical imperatives was supported by Dash, Immanuel Kant, Lord Bryce, John Locke, Karl Marx. Option A ആണ് റൈറ്റ് ആൻസർ, ഇമ്മാനുവൽ കാന്റ്. പുള്ളിക്കാരന്റെ കാന്റിന്റെ 1875 ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഗ്രൗണ്ടിങ് ഫോർ ദ മെറ്റാഫിസിക്സ് ഓഫ് മോറൽസ്. സോ അതിലാണ് പുള്ളിക്കാരൻ ഈ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേഷനും അതേപോലെ ഫിലോസഫിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ തന്നെ പുള്ളിക്കാരൻ പറയുന്നത്. 59. Measurement systems attempt to be isomorphic to dash reality, artificiality, persuasion, interpretation. Option A reality ആണ് റൈറ്റ് ആൻസർ. സി ഒരു റിസർച്ചിൽ എന്താണ് മെഷർമെന്റ്, ലെവൽസ് ഓഫ് മെഷർമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ. സോ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എന്താണ് ഒരു റിസർച്ചിന്റെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും റിയാലിറ്റി, ട്രൂ, ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. 60. The presence of an extraneous variable in media research indicates dash reliability, mobility, lack of internal validity, presence of validity. Lack of internal validity ആണ് right answer. And here is the 61st question. A chain of referrals to identify respondents for a collection of data will result in the sampling method known as dash snowball, probability, incidental, observational. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സ്നോബോൾ. ഓക്കെ. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയാ, നമ്മളൊരു സാമ്പിൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു സാമ്പിൾ ചെയ്തു, ഓക്കെ, പിന്നെന്താണ് മറ്റൊന്നിലേക്ക് അതിനൊരു ചെയിൻ പോലെ കണക്റ്റഡ് ആയിട്ട് പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷൻ ഒരു ഡ്രഗ് യൂസേഴ്സിനെ കുറിച്ച് എന്താണ് നമ്മളൊരു സാമ്പിൾ എടുക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഡ്രഗ് യൂസേഴ്സിനെ എടുക്കുന്ന സമയത്ത് എന്താണ് ഒരു വ്യക്തി പിന്നീട് മറ്റൊരാൾ, അങ്ങനെ എന്താണ് ഒരു സ്നോ ബോൾ, ഒരു ബോൾ കണക്കെ എന്താണ് ഉരുണ്ട് പോകുന്ന ആ ഒരു സാമ്പിളിംഗ് ടെക്നിക്കിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. 62. Cronbach alpha signifies dash reliability, validity, measurability, convertibility. റിലബിലിറ്റി ആണ് റൈറ്റ് ആൻസർ. സോ ക്രോൺബാച്ച് ടെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാറുണ്ട്. സോ ഇത് ഈ ഒരു പേര് ക്രോൺബാച്ച് ടെസ്റ്റ് ഇതിന്റെ പേര് ആദ്യമായിട്ട് നൽകിയത് ലീ ക്രോൺബാച്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1951. ഒരു സൈക്കോമെട്രിക് റിസർച്ച് ടെസ്റ്റ് ആണ് ക്രോൺബാച്ച് ടെസ്റ്റ്. 63rd question. Spurious relationship between two concepts in a research study offers a dash rival explanation, support a hypothesis, covariation, correct measurement. Okay. സോ അതായത് ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് രണ്ട് കോൺസെപ്റ്റ് തമ്മിലുള്ള, രണ്ട് വേരിയബിൾ തമ്മിലുള്ള ആ ഒരു സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് എന്തിലേക്കാണ് വഴി തിരിക്കുക എന്നാണ് ചോദ്യം. റൈവൽ എക്സ്പ്ലനേഷൻ. ഓക്കെ. റൈവൽ എക്സ്പ്ലനേഷൻ ആണ് റൈറ്റ് ആൻസർ. 64th question. Non-parametric tests are generally applied to analyze dash nominal data, ordinal data, integral data, ratio data. Nominal data ആണ് right answer. A social psychologist, Albert Bandura, researched upon the imitation effect of dash television violence, radio drama, internet comedy, fantasy films. ആൽബർട്ട് ബണ്ടൂര എന്ന് പറഞ്ഞ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഒക്കെ തന്നെ പ്രൊപ്പഗേറ്റർ ആണ് ഈ ആൽബർട്ട് ബണ്ടൂര. സോ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് എന്താണ് നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ടെലിവിഷൻ വയലൻസ് ആണ് റൈറ്റ് ആൻസർ. അതായത് നമ്മൾ ടി വിയിൽ കൂടെ, സോ കൂടുതൽ സമയം എന്താണ് ടി വി കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ടി വിയിലെ കണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്, എസ്പെഷ്യലി വയലൻസ്. ഓക്കെ. സോ ഒരു സിനിമ ആയിക്കോട്ടെ, കൂടുതലായിട്ടും ഗൺ ഷോട്ട്സ്, അതേപോലെ ബ്ലഡ്, സോ അങ്ങനത്തെ കൂടുതലായിട്ട് കണ്ടു നമ്മുടെ മൈൻഡ് അതേ രീതിയിൽ തന്നെ ആയി വരുന്നു എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. അതായത് ടി വി നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറഞ്ഞത്. 66th question. One way NISPRO leads to dash globalization, modernization, cultural imperialism, morality imposition.
കൾച്ചറൽ ഇമ്പീരിയലിസം ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി എപ്പോഴും എന്താണ് ഡൊമിനന്റ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും, ടോപ്പ് ആയിരിക്കും, ബാക്കി എന്താണ് താഴെ ആയിരിക്കും. അതിനെയാണ് കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്താണ് ഒരു വൺ വേ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, അതായത് എന്താണ് ടു വേ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാർക്ക് രണ്ട് കൂട്ടർക്ക് എന്താണ് ഒരേ രീതിയിലുള്ള ഇക്വാലിറ്റി ഉണ്ടാവും. പക്ഷെ വൺ വേ എന്ന് പറയുമ്പോൾ ഒരാൾ ഡൊമിനന്റ് ആയിരിക്കും, ഒരേ ആളെ താഴെ ആയിരിക്കും. അതിനെയാണ് കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. 67 question. A rate of decline in response to advertisements is called dash. Response decay, staggered response, response downturn, response entropy. Option A ആണ് റൈറ്റ് ആൻസർ, റെസ്പോൺസ് ഡിക്കേ. അതായത് ഒരു അഡ്വർടൈസ്മെന്റ്, ഓക്കെ, അതിന്റെ റെസ്പോൺസ് എന്താണ് താമസിയാതെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ആദ്യം എന്താണ് അഡ്വർടൈസ്മെന്റ് നല്ല റെസ്പോൺസ് കിട്ടി, നല്ല റീച്ച് കിട്ടി, സക്സസ്ഫുൾ ആയിരുന്നു, നല്ല സെയിൽസ് കിട്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താണ് കാലക്രമേണ അതിന്റെ റെസ്പോൺസ് എന്താണ് കുറഞ്ഞു വരികയാണ്. സോ അതിനെ വിളിക്കുന്ന പേര് റെസ്പോൺസ് ഡിക്കേ ആണ്. സോ ഒരു FM ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 88 MHz 108 MHz. ആ രീതിയിലുള്ള അതിന്റെ നടുവിലുള്ള ഒരു വേരിയേഷനെയാണ് ഒരു ഫ്രീക്വൻസി മോഡുലേഷൻ ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച്. 69. Publishing or broadcast or telecasting controversial advertisements is a PR tactic, political stunt, non-commercial strategy, mindless act. Option A ആണ് റൈറ്റ് ആൻസർ, PR tactic. അതായത് ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാവും, അത് ബാൻ ചെയ്ത അഡ്വർടൈസ്മെന്റ്സ് ആണ്. പക്ഷെ എന്നാലും എന്താണ് അത് പിന്നീട് എന്താണ് റിലീസ് ചെയ്യാൻ ശ്രമിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഒരു PR ടാക്ടിക് ആണ്. അതായത് ആൾക്കാരെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന, ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ്. സോ ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, പല ആൾക്കാരും എന്താണ് ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ടോപ്പ് ആവണം, അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് പബ്ലിക് സ്പേസ് ആണെങ്കിലും എന്താണ് ഒരുപാട് കൂത്തുകളും ഒരുപാട് ഡയലോഗ് അടികളും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു മോശം കോൺട്രവേഴ്ഷ്യൽ രീതിയിൽ, ഒരു മോശമായിട്ടുള്ള രീതിയിൽ എന്താണ് ഒരു പബ്ലിസിറ്റി, ഒരു അറ്റൻഷൻ കിട്ടുക. സോ അതെന്താണ് എപ്പോഴും ഒരു PR ടാക്ടിക് ആണ്. 17th question. Scheme advertising aims at dash promotion. Institutional, creative, internal, consumer. കൺസ്യൂമർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അതായത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർക്ക് എന്താണ് ചില കോൺടെസ്റ്റിൽ കൂടെ എന്താണ് ഏറ്റവും കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അവാർഡ്, അതേപോലെ ഗിവ് അവേ കൊടുക്കുന്നു. ഏറ്റവും ലക്കി മെമ്പർ ആരാണ് അവർക്ക് ഗിവ് അവേ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കൺസ്യൂമർക്ക് എന്താണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. സോ അങ്ങനത്തെ രീതിയിലുള്ള എന്താണ് ആൾക്കാരെ ഉന്നം വെച്ചുകൊണ്ട്, കൺസ്യൂമേഴ്സിനെ ഉന്നം വെച്ചുകൊണ്ട് എയിം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രൊമോഷൻ പരിപാടികളെ സ്കീം അഡ്വർടൈസിംഗ് എന്നാണ് വിളിക്കുന്നത്. 71. Theme advertisements normally contain dash, discount data, emotional appeal, investment information, colorful slang. Theme advertisements. ഇതായിരിക്കും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഇമോഷണൽ അപ്പീൽ. ഓക്കെ, സോ തീം അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസ് ഉണ്ടാവും. ഓക്കെ, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എന്താണ് അവർക്ക് അവരുടെ ഡ്രീംസ് എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് നടത്തുന്ന അഡ്വർടൈസ്മെന്റ് ഉണ്ട്. സോ അതിനെന്താണ് ഒരു അഡ്വർടൈസ്മെന്റ് ചിലപ്പോൾ 5-6 അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ എന്ന് വിളിക്കുന്നത്. സോ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനിൽ എന്താണ് ഈ തീം അഡ്വർടൈസ്മെന്റിൽ എന്താണ് എപ്പോഴും ഒരു ഇമോഷണൽ അപ്പീലിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ആൾക്കാർ എന്താണ് ഒരു ഇമോഷണലി അവരെന്താണ് അവരുടെ ഇമോഷൻസ് ഒക്കെ പുറത്തു കൊണ്ടുവന്ന് അങ്ങനെ എന്താണ് ഇമോഷണൽ അഡ്വർടൈസ്മെന്റ് ആവുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, സോ തീം അഡ്വർടൈസ്മെന്റ് എന്താണ് ചില സമയത്ത് 4-5 അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒക്കെ തീം ഒന്നായിരിക്കും, അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ പോലെ. അതിനൊരു ഇമോഷണൽ അപ്പീലും കൂടെ ഉണ്ടാവും. 72. The principal feature of marketing communication is dash, surplus demand, product life, hidden prices, two-way communication. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഒരു two-way കമ്മ്യൂണിക്കേഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ഫീച്ചർ എന്ന് പറയുന്നത് two-way കമ്മ്യൂണിക്കേഷൻ ആണ്. എപ്പോഴും എന്താണ് കമ്പനി ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ജനങ്ങൾ എന്താണ് കമ്പനിയുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 73. The number of accurate lines in advertising printed in a specific period is known as dash, lineage, kerning, label head, Jim dash. അതായത് ചില അഡ്വർടൈസ്മെന്റ് എന്താണ് പ്രിന്റഡ് ന്യൂസ് പേപ്പറിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അഗേറ്റ് ലൈൻസ് ഉണ്ടാവും. സോ അതിനെ വിളിക്കുന്ന പേര്, ആ ഒരു സ്പെസിഫിക് പീരീഡിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ലീനിയേജ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ,
74. Short wave frequencies are used for radio communication of dash. Short distance, long distance, location specific distance, specific distance. Option B ആണ് right answer, long distance. 75. A cut from one sound to another without breaking a continuity is called as dash. അതായത് അഡ്വർടൈസ്മെന്റ്സും അതേപോലെ സിനിമയാണെങ്കിലും ഒക്കെ തന്നെ എന്താണ് ഒരു സൗണ്ട് ഉണ്ടാവും. ഓക്കെ, ആ സൗണ്ടിൽ നിന്ന് എന്താണ് മറ്റൊരു സൗണ്ടിലേക്ക് മറ്റൊരു മ്യൂസിക്കിലേക്ക് എന്താണ് ആ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതെ പോകുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. സി ഹാർമോണിക്സ്, ഹിസ്, ടിംബ്രെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, സി. ഓക്കെ, ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷനെയാണ് സീഗ് എന്ന് വിളിക്കുന്നത്. ഒരു മ്യൂസിക്, ഒരു ബീജം സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അടുത്തതിലേക്ക് പോകുമ്പോൾ എന്താണ് അതിനെ ഇന്ററാക്ട് ചെയ്യാതെ ബ്രേക്ക് ചെയ്യാതെ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് പോകുന്നതിനെയാണ് സീഗ് എന്ന് വിളിക്കുന്നത്. 76. The off-script lines that characters or anchors say in real time are known as dash. നമ്മളൊക്കെ എന്താണ് ടി വി പ്രോഗ്രാംസ് ഒക്കെ തന്നെ കാണാറുണ്ട്. ഓക്കെ, സോ ടി വി പ്രോഗ്രാം കാണുന്ന സമയത്ത് എന്താണ് ചില സമയത്ത് ഒരു കോമഡി ഷോയോ അല്ലെങ്കിൽ ഡ്രാമ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ആ ക്യാരക്ടേഴ്സ് എന്താണ് അപ്പം ലൈവ് ആയിട്ടാണ് സംസാരിക്കുക അല്ലെങ്കിൽ കണ്ടന്റ് ഡയലോഗ്സ് പറയാം. ഓക്കെ, അതെന്താണ് ചില സമയത്ത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് എടുത്തിടും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചത്. ആംപ്ലിറ്റ്യൂഡ്, ആഡ് ലിബ്ലിംഗ്, break and bridge. Option B ആണ് right answer, ad libbing. Okay, so even drama ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും കോമഡി ഷോ ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് ഓഫ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ അപ്പോഴെന്താണ് ചില നമ്മൾ കയ്യിൽ നിന്ന് ഇടും. സോ ഓക്കെ, റിയൽ ടൈം ആയിരിക്കും അത്. ആങ്കേഴ്സ് എന്താണ് ക്യാരക്ടേഴ്സ് റിയൽ ടൈം ആയിട്ട് കയ്യിൽ നിന്നിട്ട് പറയുന്നതിനെയാണ് ആഡ് ലിബിംഗ് എന്ന് പറയുന്നത്. 77. The process of working on sound after studio production is known as dash. അതായത് ഒരു സിനിമയ്ക്ക് 5 സ്റ്റേജ് ആണുള്ളത്. ഓക്കെ, സോ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡെവലപ്മെന്റ്, അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് അതായത് ഷൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡബിങ് കൊടുക്കുന്നു, മ്യൂസിക് ആഡ് ചെയ്യുന്നു, VFX ആഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ സൗണ്ട് കൊടുക്കുന്നതിന് സ്റ്റുഡിയോ പ്രൊഡക്ഷനിൽ സൗണ്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചത്. ഓഡിയോ ഫേഡ്, RCA, ഓഡിയോ ബൂസ്റ്റ്, സ്വീറ്റ്, ഓഡിയോ സ്വിച്ച്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഓഡിയോ സ്വിറ്റനിങ്. അതായത് എന്താണ് സൗണ്ട് ശബ്ദം ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് ഓഡിയോ സ്വിറ്റനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഓഡിയോ എന്താണ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും, കുറച്ചുകൂടെ ബാസും ട്രിബിളും ഒക്കെ കൂട്ടും, അതേപോലെ തന്നെ നോയിസ് റിഡക്ഷൻ കുറയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വെക്കുമ്പോൾ എന്താണ് സൗണ്ട് കുറച്ചുകൂടെ നന്നാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഓഡിയോ സ്വിറ്റനിങ്. 78. The very first film show in India was held at dash. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ഷോ നമുക്കറിയാം ഏതാണ് ഫിലിം. വർക്കേഴ്സ് ലിവിംഗ് അറ്റ് ലൂമിയ ഫാക്ടറി. ലൂമിയ ബ്രദേഴ്സിന്റെ വർക്കേഴ്സ് ലിവിംഗ് അറ്റ് ലൂമിയ ഫാക്ടറി എന്ന് പറഞ്ഞ സിനിമ അവർ ഇന്ത്യയിൽ എന്താണ് എല്ലാ രാജ്യങ്ങളിലും പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യയിൽ ബോംബെയിൽ വാട്സൺ ഹോട്ടലിലും ലൂമിയ ബ്രദേഴ്സ് പബ്ലിക് സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1896 ജൂലൈ 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിലെ അവർ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ വാട്സൺ ഹോട്ടൽ അറിയപ്പെടുന്നത് എസ്പ്ലനേഡ് മാൻഷൻ എന്നാണ്. In film marketing, panning shots can be described as visual dash, visual art, visual convergence, features, and paradigms. Okay, so paradigms ആണ് right answer. So different types of shot ഉണ്ട്. Pan shot എന്ന് പറയുമ്പോൾ ഓക്കെ അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് പാൻ ഷോട്ട് എന്ന് പറയുന്നത്. ടിൽറ്റ് എന്ന് പറയുമ്പോൾ അപ് ടു ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ടു അപ്പ് ബോട്ടം. ഓക്കെ, അപ് ടു ബോട്ടം അതിനെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ ടിൽറ്റ് എന്ന് പറയും, ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ പാനിങ് എന്ന് പറയും. ട്രാക്കിംഗ് ഷോട്ട് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ ട്രാക്ക് വെച്ചിട്ട് അതിൽ കൂടെ കൊണ്ടുപോകുന്നതിനെ ട്രാക്ക് എന്ന് പറയുന്നത്. ഹാൻഡ് ഹെൽഡ് സൂം എന്ന് പറയുമ്പോൾ ക്യാമറ കയ്യിൽ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഹാൻഡ് ഹെൽഡ് സൂം എന്ന് പറയുന്നത്. ഓക്കെ, സോ പാനിക് ഷോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും പാരഡൈം ഷോട്ട് ആയിരിക്കും. 70. A canted shot is also referred to as dash, dangled angle, Dutch angle, overshot, clear shot. Canted shot എന്ന് പറയുന്നത് അതായത് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ഷോട്ടുകളെയാണ് കാൻഡഡ് ഷോട്ട് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേര് ഡച്ച് ആംഗിൾ എന്നാണ്. ഓക്കെ, സോ ഡച്ച് ടിൽറ്റ്, കാൻഡഡ് ആംഗിൾ, ഒബ്ലിക് ആംഗിൾ, ജർമ്മൻ ആംഗിൾ എന്നൊക്കെ തന്നെ ഈ ഡച്ച് ആംഗിളിനെ വിളിക്കാറുണ്ട്. അതായത് ക്യാമറ എന്താണ് കണ്ടന്റ് സബ്ജക്റ്റിനെ എന്താണ് വിഷ്വലിനെ ക്യാമറ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതിനെയാണ് ടച്ച് ആംഗിൾ ഷോട്ട്സ് എന്ന് പറയുന്നത്. 81. ത്രോ ലൈൻ ഈസ് ഡാഷ്. ഒരു ന്യൂസ് റിപ്പോർട്ടിലെ ത്രോ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഫ്രാഗ്മെന്റഡ് സീൻസ് ഓഫ് എ ലാർജ് ഈവന്റ്, graphic representation, transition from one visual to another, a sentence in the news story that leads to a new sound bite. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, എ സെന്റൻസ് ഇൻ ദ ന്യൂസ് സ്റ്റോറി ദാറ്റ് ലീഡ്സ് ടു എ സൗണ്ട് ബൈറ്റ്. അതായത് എന്താണ്
ഒരു വാർത്ത പറയാണ്. ഓക്കെ, ഒരു വാർത്ത ടിവിയിൽ കൂടെ ഒരു വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വാർത്തയിൽ എന്താണ് ഇങ്ങനെ റിപ്പോർട്ടർ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ സമയത്ത് ഇന്ന സംഭവം നടന്നു. സോ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായ പ്രകാരം, സോ ഇത്രയും ആങ്കർ പറഞ്ഞു അടുത്തായിട്ട് എന്താണ് സൗണ്ട് ബൈറ്റ് കൊടുക്കുക. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ സൗണ്ട് ബൈറ്റ് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ത്രോ ലൈൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം എന്താണ് ന്യൂസ് ആങ്കർ വാർത്ത വായിക്കും. ഓക്കെ, കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, അവിടം വരെ ആങ്കർ പറയും. ബാക്കി എന്താണ് ബൈറ്റ്, മുഖ്യമന്ത്രിയുടെ ബൈറ്റ് ആണ് വരുന്നത്. അതിനെയാണ് ത്രോ ലൈൻ എന്ന് പറയുന്നത്. 82 ഒരു പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിന്റെ സ്റ്റാൻഡ്, ഒരു വിഷയത്തിനെ കുറിച്ച് ന്യൂസ് പേപ്പറിന്റെ സ്റ്റാൻഡിനെയാണ് പോലീസ് സ്റ്റോറി എന്ന് വിളിക്കുന്നത്. 83 a newspaper parlance, sacred cow means dash, highlighting an inane issue using many adjectives, a favorable treatment to a story, management's favor to an employee. So ഒരു ന്യൂസ് പേപ്പർ പാർലൻസിലെ സേക്രഡ് കോ എന്ന് പറഞ്ഞാൽ ഒരു ഫേവറബിൾ ട്രീറ്റ്മെന്റ് ടു എ സ്റ്റോറി. ഓക്കെ, ഒരു സ്റ്റോറിയുടെ എന്താണ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്രിറ്റിസിസം ഉള്ള ഒരു സ്റ്റോറി ആയിരിക്കും. അതിനെ എന്താണ് അവർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് സേക്രഡ് കോ എന്ന് വിളിക്കുന്നത്. 84 വിഡോ ഇൻ ന്യൂസ് പേപ്പർ പ്രൊഡക്ഷൻ refers to dash. ഒരു ന്യൂസ് പേപ്പർ പ്രൊഡക്ഷനിലെ വാർത്ത എഴുതുന്ന സമയത്ത് വിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേറ്റഡ് വേർഡ്, യൂസ്ലെസ് ഹെഡ്ലൈൻ, ബാഡ് ബ്രേക്ക്, ടൈ ബ്രേക്ക്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഐസൊലേറ്റഡ് വേർഡ്. ഒറ്റപ്പെടുന്നുള്ള വാക്കുകളോ അല്ലെങ്കിൽ സെന്റൻസുകളോ ലൈനുകളോ ആണ് വിഡോ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇറ്റാലിയൻ ടൈപ്പ്ഫേസസ് ആർ ഇൻവെന്റഡ് ബൈ ഡാഷ്. ജോൺ ബാസ്കവില്ലെ, ജോൺ ഗുറ്റൻബർഗ്, ഹാരോൾഡ് ലെക്സിംഗ്ടൺ, ആൽഡസ് മാൻസ്റ്റീൻസ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ആൽഡസ് മാൻസ്റ്റീൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈപ്പ്ഫേസസും ഫോണ്ടുകളും ഒക്കെ തന്നെ ഉണ്ട്. അതിൽ ഇറ്റാലിയൻ ടൈപ്പ്ഫേസസ് ആദ്യമായിട്ട് വിളിച്ചത് ആൽഡസ് മാൻസ്റ്റീൻസ് ആണ്. ഓക്കെ, സോ പുള്ളിക്കാരൻ എന്താണ് ആൽഡസ് പ്രസ് ഉണ്ടായിരുന്നു വെനീസിൽ, അവിടെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ ടൈപ്പ് ഓഫ് ടൈപ്പിംഗ് കണ്ടുപിടിച്ചത്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഷോർട്ട് ഫീച്ചർ, ബാലൻസ്ഡ് എഡിറ്റോറിയൽ, അട്രാക്റ്റീവ് ന്യൂസ് ഐറ്റം, കോംപ്ലക്സ് ഇന്റർവ്യൂ. ഷോർട്ട് ഫീച്ചറുകളെയാണ് ബ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ചെറിയ ചെറിയ ന്യൂസ് സ്റ്റോറികൾ, ഓക്കെ, ചെറിയ ചെറിയ ഫീച്ചർ ഐറ്റത്തിനെയാണ് ബ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. 87 നിക്കോളാസ് ജെൻസൺ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് ഓഫ് ഡാഷ് ടൈപ്പ്ഫേസസ്. ഏത് ടൈപ്പ്ഫേസുകളാണ് ആദ്യമായിട്ട് നിക്കോളാസ് ജെൻസൺ ക്രിയേറ്റ് ചെയ്തത്? ഓൾഡ് സ്റ്റൈൽ, ട്രാൻസിഷണൽ, മോഡേൺ, അൾട്രാ മോഡേൺ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഓൾഡ് സ്റ്റൈൽ. ഓക്കെ, സോ നിക്കോളാസ് ജെൻസൺ ഒരു ഫ്രഞ്ച് പൈനിയർ പ്രിന്റർ ടൈപ്പ് ഡിസൈനർ ഒക്കെ തന്നെയായിരുന്നു. സോ ഓൾഡ് സ്റ്റൈൽ ടൈപ്പ്ഫേസ് ഫോണ്ടുകൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് നിക്കോളാസ് ജോൺസൺ ആയിരുന്നു. When the first and last columns have solid text, it becomes dash. Vertical layout, horizontal layout, circus layout, frame layout. Frame layout ആണ് right answer. 89 polychronic use of time in popular is popular in dash culture. American culture, British culture, Ethiopian culture, Indian culture. Indian culture ആണ് right answer. സോ പോളിക്രോമിക് യൂസ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അതായത് എന്താണ് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പോളിക്രോമിക് യൂസ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ കൾച്ചറിലാണ് അത് കൂടുതലായിട്ടും പോപ്പുലർ കണ്ടുവരാറുള്ളത്. 19th question, Galtung and Droop identify an element of newsworthiness called dash. Threshold, conduct, conviction, ideology. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ത്രെഷോൾഡ്. ത്രെഷോൾഡ് നമ്മൾ ന്യൂസ് വാല്യൂസ് അല്ലെങ്കിൽ ന്യൂസ് ക്രൈറ്റീരിയ, ന്യൂസ് വർത്തിനെസ് എന്നൊക്കെ തന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, സോ 1965 ഗാൽട്ടൺ ആൻഡ് ഡ്രൂയുടെ 12 ന്യൂസ് ക്രൈറ്റീരിയാസ് കോയിൻ ചെയ്തത്. ഇമ്മീഡിയസി, അതേപോലെ തന്നെ ഒബ്ജക്ടിവിറ്റി, അക്യൂറസി തുടങ്ങിയിട്ടുള്ള 12 ന്യൂസ് വാല്യൂസ്, ന്യൂസ് ത്രെഷോൾഡ്, ന്യൂസ് ക്രൈറ്റീരിയ, ന്യൂസ് വർത്തിനെസ് അവര് കൊണ്ടുവന്നു. സോ അതിനെ വിളിച്ച പേര് ത്രെഷോൾഡ് എന്നാണ്. In reporting, verification is understood to have conformity with specified techniques, ideals, sources, criteria. Criteria ആണ് right answer. Okay, so criteria accuracy, reliability, validity ഒക്കെ തന്നെ എന്താണ് ക്രൈറ്റീരിയയിലാണ് വരിക. Question 92. The human interest score of Flish formula of reliability indicates dash. Syllable count, sentence length, fractions, personal words and sentences. Flish formula of reliability ഉണ്ട്. ഓക്കെ, അതിലെ ഹ്യൂമൻ ഇൻഡെക്സ് സ്കോർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, പേഴ്സണൽ വേർഡ്സ് ആൻഡ് സെന്റൻസസ്. അതായത് ഒരു കണ്ടന്റ്, ഒരു റൈറ്റപ്പിൽ, അത് വാർത്തയായിരിക്കാം, എന്തായിരിക്കാം, അതിൽ പേഴ്സണൽ വേർഡ്സ് ആൻഡ് സെന്റൻസ്, അതായത് ഐ, യു, വി, ഞാൻ, നിങ്ങൾ, നമ്മൾ തുടങ്ങിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള വേർഡ്സ് സെന്റൻസസ് ഉപയോഗിക്കുന്നതിനെയാണ് ഫ്ലിഷ് ഫോർമുലയിലെ ഹ്യൂമൻ ഇൻഡെക്സ് സ്കോർ കൂടുതലായിട്ട് റിലേറ്റിവിറ്റി കാണിക്കുന്നത്. 93 അസേർഷൻ ആണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 94
Option B. 95. Option B. 96. Option A. 97. Option C. 98. Option A. 99. Option B. And 100. Option A. Okay. So 100 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പബ്ലിക്കേഷന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. ആദ്യം ബംഗാൾ ഹർക്കൂഴ് ആണ്, പിന്നീട് ദ ടെലിഗ്രാഫ്, സംവാദ് കൗമുദി, ടൈംസ് ഓഫ് ഇന്ത്യ. ഓക്കെ. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. സോ നിങ്ങൾ നെറ്റ് എക്സാമിന്റെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരാഴ്ച കൂടെ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കി പറഞ്ഞത്. നിങ്ങളോട് OMR ഷീറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യാനായിരുന്നു പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോ അതേപോലെ ഇതിന്റെ PPT ഒക്കെ തന്നെ സൈഡോട് ഒഫീഷ്യൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, ഔട്ട് ഓഫ് 100 പേപ്പർ 2 എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് ഒന്ന് അയച്ചു തരിക. ഓക്കെ. സോ നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് തന്നെ ചെയ്യുക. ഓക്കെ. സോ 1 വീക്ക് കൂടെ സമയമുള്ളൂ. എല്ലാവരും സീരിയസ് ആയിട്ട് കാണുക. ബി കോൺഫിഡൻസ്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ബി കോൺഫിഡൻസ്. സോ സീരിയസ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട്, ബ്രേവ് ആയിട്ട്, ബോൾഡ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.